ടിപ്പ് നമ്പർ 3 എന്താന്ന് വെച്ചാൽ ഡിവൈഡ് ദ പോർഷൻസ്. ഡിവൈഡ് ലോങ്ങർ സീക്വൻസ് ഇൻറ്റു സ്മോളർ സീക്വൻസ്. ഇപ്പൊ നമുക്ക് ഒരു മോഡ്യൂൾ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചു. അപ്പൊ നമുക്ക് അറിയായിരിക്കും അതിലെ ടഫസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണ്, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്നൊക്കെ. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് പഠിക്കേണ്ട സബ്ജക്ട്സ് ഈ മാത്സ്, ഗ്രാഫിക്സ് അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ ആദ്യമേ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിച്ചിട്ട് പിന്നെ ടഫ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളല്ലോ, അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കുറെ അങ്ങ് പഠിച്ചു വെക്കുമ്പോൾ തന്നെ ഇത്രയും നമ്മൾ കവർ ചെയ്തല്ലോ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇനിയിപ്പോ പകരം നമ്മൾ മാത്സ് ഒക്കെ ആദ്യമേ തന്നെ ഒരു ടഫസ്റ്റ് പോർഷൻ, ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ എടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പാവും. അതിന്റെ ഉത്തരമൊക്കെ കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോകാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ സബ്ജക്ട്സ്, അതായത് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യമേ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തിയറി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ എപ്പോഴും ടഫ് ആയിട്ടുള്ള പോർഷൻ പഠിക്കാൻ നോക്കുക. അതിന്റെ ആ മെത്തേഡിന്റെ പേരാണ് ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം പാടുള്ള പണികൾ ആദ്യം ചെയ്ത് വിന്നർ ആവുന്ന കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. പാടുള്ളത് ഇപ്പം കുറെ ദൂരത്ത് ഒരു സംഭവം വെച്ചിരിക്കുന്നു, അടുത്തോട്ട് വരണം. അപ്പൊ ആദ്യമേ അയാൾ ദൂരത്ത്, അതായത് നമ്മൾ മാക്സിമം എനർജിയിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പം ഒരു മോർണിംഗ് ടൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ നമുക്ക് ടഫായിട്ട് പഠിക്കാനുള്ള സബ്ജക്ട്സ് ആദ്യമേ ചെയ്തിട്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ടിപ്പ് നമ്പർ 4 കേൾക്കാം.